യെസ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ആ എക്സാം എഴുതി കഴിഞ്ഞ സമയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ച ദിവസം മുതൽ, അല്ലെങ്കിൽ നമ്മളുടെ എക്സാം തുടങ്ങുന്നതിൻ്റെ അന്ന്, നമ്മൾ ആ എക്സാം ഹാളിലേക്ക് കയറുന്നതിൻ്റെ മുൻപ് മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാമിൻ്റെ പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ പബ്ലിക് എക്സാമിൻ്റെ തലേന്ന് നിങ്ങളത് പഠിക്കാൻ പുസ്തകം എടുക്കുന്നത് മുതൽ നിങ്ങളുടെ മനസ്സിലൂടെ ഓടിയ ചിന്തകൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ നോക്കൂ. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ ഓടിയ ചിന്തകൾ ഇതൊക്കെയായിരുന്നു: ഞാൻ ഒന്നും കൂടെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഒന്നും കൂടെ നന്നായി പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ സിലബസ് ഒക്കെ കുറച്ചുകൂടെ മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, പഠിച്ചാൽ എന്താ ഞാൻ ഈ വായിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ, ഇതെങ്കിലും ആരെങ്കിലും ഒക്കെ നന്നായിട്ട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരുപാട് ചിന്തകളുടെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനുള്ളിലൂടെ കയറി പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളത് ആലോചിക്കുന്ന സമയത്ത്, ആ ഒരു സമയത്ത് നിങ്ങൾ എടുത്തൊരു തീരുമാനമായിരിക്കും, അടുത്ത വർഷമെങ്കിലും, ഇനി നടക്കുന്ന എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് എക്സാംസിലെങ്കിലും ഈ ഒരു ഗതി ഞാൻ വരുത്തില്ല, ഞാൻ നേരത്തെ പഠിച്ചു തുടങ്ങും, ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും, നല്ലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല ആൾക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടാകും, ഞാൻ ആദ്യം തന്നെ തുടങ്ങും, എൻ്റെ കൊല്ലം തുടങ്ങുന്നത് മുതൽ ഞാൻ എൻ്റെ പഠിത്തം തുടങ്ങിയിരിക്കും എന്നൊക്കെ നമ്മൾ അന്നേരം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ആ എക്സാം ഒക്കെ കഴിഞ്ഞു, എക്സാമിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ വെക്കേഷൻ മൂഡിലാണ്. ഒരുപാട് സമയം ഇരിക്കുന്നു, ഒരുപാട് സമയം സ്ക്രോൾ ചെയ്യുന്നു, അടുത്ത വർഷത്തെക്കുറിച്ച് ചിന്തയില്ല, ഇനി എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ നമുക്കൊട്ട് സമയമില്ല, ഒരു മൂഡും ഇല്ല, ഫുൾ മടിയുമാണ്. നമ്മൾ പറയും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പേരൻസിൻ്റെ അടുത്ത് പറയും, ഓ ഇത് ഭയങ്കര ടഫാണ് ഉമ്മ, അല്ലെങ്കിൽ ഉപ്പ എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര ടഫാണ്. സത്യത്തിൽ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് മടിയാണ് ഏറ്റവും ടോപ്പിലുള്ളത്. നമുക്കിത് ഒഴിവാക്കാനോ നമ്മുടെ ആ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരാനോ നമുക്ക് ഒരു ബോധവുമില്ല. കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ പബ്ലിക് എക്സാം, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ മാർച്ചിൽ കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് നമ്മളിലൂടെ ഓടിയ ചിന്തകളൊക്കെ ഇപ്പം എവിടെയോ പോയി, അതിനൊരു അഡ്രസ്സ് ഇല്ല. നിങ്ങൾ ഇപ്പോഴും അതേ സ്റ്റേജിൽ, കഴിഞ്ഞ വർഷം എന്തായിരുന്നോ അതിനേക്കാൾ മോശമായ സ്ഥിതിയിലാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരണം, അല്ലെങ്കിൽ ലൈഫിൽ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ഇതുപോലൊന്നും ആയാൽ പോരാ, എനിക്ക് ഈ ക്ലാസ്സിൽ നല്ല ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന, നല്ല മാർക്സ് വാങ്ങിക്കുന്ന, എക്സാമിൻ്റെ സമയത്ത് വളരെ കൂളായിരിക്കുന്ന, വളരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ വളരെ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് മാറണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അതിന് എന്ത് ചെയ്യണമെന്നറിയില്ല, അല്ലെങ്കിൽ അതിന് ചെയ്യാനുള്ളൊരു മൂഡ് നിങ്ങൾക്ക് വരുന്നില്ല. സോ ദിസ് ഇസ് യുവർ ടൈം. ദിസ് ഇസ് യുവർ ടൈം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കരുത്, ഓ സാരമില്ല മക്കളെ, തോറ്റാലും സാരമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാനാണ് ഞാൻ വരുന്നത് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയാനല്ല ഞാൻ വന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണ് കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ, തോൽക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഉഴപ്പിക്കോ, നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെട്ടോളും എന്ന് കേൾക്കുന്ന ഒരു ടീച്ചറിനെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിനെയോ കാണാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളൊന്നും നമ്മൾ അനുഭവിക്കാൻ പാടില്ല. നമ്മളുടെ പേരൻസിന് നമുക്ക് വേണ്ടി ഉറക്കം വഴിയുന്ന, അല്ലെങ്കിൽ രാത്രിക്ക് രാത്രിയും പണിയെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ, നമുക്ക് വേണ്ടി പല രീതിയിൽ സാക്രിഫൈസ് ചെയ്യുന്ന നമ്മളുടെ പേരൻസ് ഉണ്ട് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന നമ്മളുടെ നാട്ടുകാരുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളെ വില കുറച്ച് കാണുന്ന നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും നമ്മുടെ മുന്നിൽ. ഇവരുടെ മുന്നിലൊക്കെ ജയിച്ച് കാണിക്കണം, അടുത്ത വർഷമെങ്കിലും ഞാൻ എൻ്റെ ഡ്രീംസിനെ ഓരോന്നായിട്ട് എത്തിപ്പിടിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച മക്കളുണ്ടെങ്കിൽ ആ മക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, ആ മക്കളോടാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, വീട്ടിൽ വെറുതെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഒരാളും നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോകുന്നില്ല. സോ ഇഫ് യു വോണ്ട് സംതിങ്, നിങ്ങൾ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. യു ഹാവ് ടു ടേക്ക് എൻ ആക്ഷൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷം ആ 10ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ +1 ഒക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ പബ്ലിക് എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വന്ന ബോധോദയം ഉണ്ടല്ലോ, ആ ബോധോദയത്തിൽ എന്തെങ്കിലും 1% നീതിയെങ്കിലും നിങ്ങൾ ഇപ്പോൾ പുലർത്തുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 8-നാണ്. ഏപ്രിൽ 8 വരെ നമുക്ക് 8 ദിവസം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയും, ഹോ എൻ്റെ മിസ്സേ, ഞങ്ങൾ പരീക്ഷ ഒന്ന് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾ വെക്കേഷൻ അല്ലേ, ഞങ്ങൾ വെക്കേഷൻ മൂടല്ലേ, ഇപ്പോൾ ഇതൊന്നും ആലോചിക്കാനുള്ള സമയമില്ല നിങ്ങൾ പറയും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെക്കാൾ മുന്നേ ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ ബാച്ചിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ കുട്ടികളുണ്ട്. അതുപോട്ടെ ഞങ്ങളുടെ ബാച്ചിനെ കുറിച്ച് എനിക്ക് അധികം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുകയല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇതിൽ പുറമെ ഒരുപാട് കുട്ടികൾ ഏപ്രിൽ എന്നാണോ അവരുടെ മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 1 അവർ തീരുമാനിച്ചിട്ടുണ്ട്, അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യും, അടുത്ത വർഷം ഞാൻ
ഞാൻ എവിടെ പഠിക്കും, അടുത്ത വർഷം ഞാൻ എങ്ങനെ പഠിക്കും, അടുത്ത ഒരു വർഷം എൻ്റെത് എങ്ങനെയായിരിക്കും, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത എൻ്റെ മിസ്റ്റേക്കുകളെല്ലാം തിരുത്തി എനിക്ക് അടിപൊളിയായിട്ട് അടുത്ത വർഷം പഠിക്കണം, എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് വരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കുട്ടികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, അതും വിത്ത് അവർ ബാച്ച്. അതായത് എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ സൂപ്പർ ബാച്ചുകളാണ്. പേര് തന്നെ നമ്മൾ ഇട്ട പോലെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത് വെറുതെ നിങ്ങൾക്ക് തരുന്നൊരു ബാച്ചല്ല. ദാറ്റ്സ് എ സൂപ്പർ ബാച്ച്. നിങ്ങൾക്ക് സൂപ്പർ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അടിപൊളിയാവണം എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഫ്രഷ് സ്റ്റാർട്ട്. നമ്മൾ പല സമയം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ കാലവും നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്തു. നമ്മൾ ഇതുവരെ കഴിഞ്ഞ നമ്മുടെ പബ്ലിക് എക്സാമിൽ നമ്മൾ പഠിച്ച രീതിയാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് വേസ്റ്റ് ചെയ്ത് നമ്മൾ സൂപ്പറായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത വർഷമെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, നല്ല രീതിക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്. അതും +1-നും +2-നും ഏറ്റവും കുറഞ്ഞ ഫീസിൽ. അപ്പോൾ ഈ ഫീസ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് എജുപോർട്ട് സൂപ്പർ ബാച്ച് ഫോർ 2026-2027 ബാച്ച്. ഇത് നമ്മളുടെ ബാച്ച് തുടങ്ങാൻ പോകുന്നത്, ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് April 8-നാണ്. നമ്മുടെ ബാച്ച് തുടങ്ങുന്നത് April 13-നായിരിക്കും. +1-നും +2-നും +1-നും +2-നും +1-ന് നമ്മുടെ ഫീസ് വരുന്നത് 6499 ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ തരാൻ പോകുന്നത് 5499 ആണ്. ദാറ്റ്സ് ആൻ ഏർലി ബേർഡ് ഓഫർ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് +2-ന് നമ്മൾ തരാൻ പോകുന്നത് സെയിം ഫീസിലാണ്, 5499 റുപ്പീസിനാണ്. ഈ ബാച്ച് ഞാൻ ഒരിക്കലും പറയുന്നത് നിങ്ങൾ ഈ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യും മക്കളെ, എന്നാൽ ഞങ്ങൾക്ക് പൈസ കിട്ടട്ടെ എന്നല്ല. ഇതല്ല ഈ ബാച്ചിൻ്റെ ഉദ്ദേശം. ഈ പൈസയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന സർവീസസുകൾ നിങ്ങൾ നോക്കണം. ഞങ്ങൾ തരാൻ പോകുന്നത് എക്സാം ഫോക്കസ്ഡ് സ്പെഷ്യൽ ലൈവ് സെഷനുകളാണ്. റെക്കോർഡ് ക്ലാസ് പിന്നെ പറയണ്ടല്ലോ. കേരളത്തിലെ ദ ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ ദ ബെസ്റ്റ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു ടോപ്പിക്ക് പോലും ഞാൻ പറഞ്ഞുതരാം, ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ പോവില്ല. അത്രക്ക് കിടിലമായിട്ടാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളവിടെ തന്നിട്ടുണ്ടാവും. ഓക്കെ. ആൻഡ് അതിന് പുറമെ പേഴ്സണലായിട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ് ആണ്. നിങ്ങളെ ആപ്പ് നിങ്ങൾക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പഠിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എവിടെ തെറ്റിക്കുന്നത്, നിങ്ങളുടെ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ വീക്ക് എന്നുള്ള ലെവലിൽ നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ആണ് എജുപോർട്ട് ആപ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ്, ഡെയിലി ഷെഡ്യൂൾ നിങ്ങൾക്ക് തരും. കറക്റ്റ് നമ്മൾ പറയുന്ന ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്ത് സൂപ്പറായിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൻ്റെ അന്ന് കൈയും വീശി നിങ്ങൾക്ക് പോവാം. സമാധാനമായിട്ട് ചിലപ്പോൾ 10 മണിക്കൂർ വരെ നിങ്ങൾ തലേന്ന് കടന്നുറങ്ങും. അത്രയ്ക്ക് കോൺഫിഡൻസിൽ നിങ്ങൾക്ക് പോവാം. ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, നമ്മുടെ മെൻറ്റർഷിപ്പ് ഉണ്ട്, ആൻഡ് 30+ വീക്ക്ലി ടെസ്റ്റുകൾ നമ്മൾ തരുന്നുണ്ട്. എക്സാം റെഡിനെസ്, അതായത് അത്രയും അടിപൊളിയായിട്ട് 30-ലധികം വീക്ക്ലി ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. 350-ലധികം ക്ലാസ് അവേഴ്സ് ഉണ്ട്. അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ അഡാപ്റ്റീവ് ടെക്നോളജിയിൽ വരുന്ന അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നുണ്ട്. AI ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ തരുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് മാത്സിലൊക്കെ ഇത് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഏത് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുടെ അടുത്ത് നിന്ന് മെയിൻ കിട്ടുന്ന ഒരു ഫീഡ്ബാക്കാണ് അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് കിടിലം എന്നുള്ളത്. ആൻഡ് PYQ ഡിസ്കഷൻസ് ഉണ്ട്. പുറമെ നിങ്ങൾക്ക് കേരളയിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ്. എനേബിൾഡ് പ്രോഗ്രസ് ട്രാക്കറുകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സർവീസാണ് ഈ ഒരു ഫീസിൽ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഒരിക്കലും വിചാരിക്കരുത് ഈ ഫീസ് ഞങ്ങൾക്ക് കൊണ്ടൊന്ന് പൊട്ടടിക്കാനുള്ളതല്ല. ഈ നിങ്ങൾ തരുന്ന ഈ പൈസയ്ക്ക് മാത്രമുള്ള കംപ്ലീറ്റ് സർവീസസും ഞങ്ങൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തരുന്നുണ്ടെന്നുള്ള അത്രയും കോൺഫിഡൻസിലും വിശ്വാസത്തിലും തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും അടിപൊളി ക്ലാസ്സസ് നിങ്ങൾ കേരളത്തിൽ കാണില്ല. അത്രയും അടിപൊളി. നിങ്ങൾ ഏത് കുട്ടികളോട് ചോദിച്ചു നോക്കിക്കോളൂ, എവിടെ ചോദിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ദ ബെസ്റ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എജുപോർട്ട് ആപ്പിലെ ക്ലാസ്സസ് ആണ്. അത് ഞാൻ തള്ളുന്നതല്ല, ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ സ്റ്റുഡൻറ് റിവ്യൂസ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. സോ April 13-നാണ് നമ്മളുടെ ഈ ബാച്ച് തുടങ്ങുന്നത്. ഇനിയും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങളെ വിചാരിക്കും ഇനി സമയമുണ്ടല്ലോ, വെക്കേഷനൊക്കെ കഴിയട്ടെ, ക്ലാസ് ഒക്കെ തുടങ്ങട്ടെ, അപ്പോഴേക്കും നിങ്ങളുടെ മുമ്പുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ബാച്ച് 2 ആഴ്ച കൊണ്ട് നിറയും. ഞങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഈ ബാച്ച് 2 ആഴ്ച കൊണ്ട് ഫുള്ളാവും. ആ കുട്ടികൾ അടിപൊളിയായിട്ട് പഠിക്കും, നന്നായിട്ട് പഠിക്കും. നിങ്ങൾ 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്ന അതേ സ്റ്റേജിലായിരിക്കും. 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യണോ. അപ്പോഴേക്ക് ഈ കുട്ടികൾ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും. സോ ദിസ് ഈസ് വാട്ട് ഐ എം സെയിങ്. സ്റ്റാർട്ടിങ് ഏർലി, നേരത്തെ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. അത്രയും കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. കിടിലമാക്കി ഞങ്ങൾ കയ്യിൽ തരും. അത്രയും അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവും. സോ April 13-ന് തുടങ്ങുന്ന ബാച്ചിൻ്റെ നമ്മളുടെ ഓറിയൻറ്റേഷൻ, അതായത് ബാച്ച് ഓറിയൻറ്റേഷൻ ആയിട്ട് നമ്മൾ ലൈവായിട്ട് വരുന്നുണ്ട്. അത്
10th ഫ്രൈഡേ 10-ാം തീയതി രാത്രി 7 മണിക്കാണ് +1 സയൻസിൻ്റെ സൂപ്പർ ബാച്ച് ഓറിയൻറ്റേഷൻ നമ്മൾ തരാൻ പോകുന്നത്. ഡാനിഷ് സാർ ആയിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അതായത് എന്തൊക്കെയാണ് നമ്മളുടെ ആപ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഏപ്രിൽ 10-ന് വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് നമ്മൾ ലൈവായിട്ട് വരുന്നുണ്ടാകും. ഇനി +2കാർക്കാണെന്നുണ്ടെങ്കിൽ സുഹൈൽ സാറിൻ്റെ ലൈവ് ഉണ്ട് സെയിം ഡേ രാത്രി 7:30-ന്. സോ ഈ ഓറിയൻറ്റേഷനും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിരിക്കും. ഞാൻ ഈ പറയുന്നത് തള്ളാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആപ്പിൽ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ആ ഓറിയൻറ്റേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടാവില്ല. ഇപ്പോഴും വേറെ സംശയമുള്ള ആവശ്യമില്ല. കാരണം ഈ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 5499 നമ്മളുടെ ഏർലി ബേർഡ് ഓഫറാണ്. കാരണം കൊല്ലം തുടങ്ങുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യും. അങ്ങനെ ബാച്ച് ഫുൾ ആകുന്ന സമയത്ത് ഈ പൈസ ഇങ്ങനെ കൂടാൻ തുടങ്ങും. സോ അന്നേരം ആലോചിച്ചിട്ട് മാം എനിക്ക് 5499 കോഴ്സ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ മക്കളെ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നേരത്തെ തുടങ്ങി കഴിഞ്ഞ വർഷത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ കം ടു അസ്. ഞങ്ങളുടെ അടുത്തേക്ക് വരാം. പൊന്നുപോലെ ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾ നോക്കും. അത്രയും അടിപൊളിയായിട്ട് ഞങ്ങളെ പഠിപ്പിക്കും. അത്രയും കോൺഫിഡൻസിലാണ് പറയുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ ഉണ്ടാകും. ഒന്നുകിൽ അതിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. നിങ്ങളുടെ ഫ്യൂച്ചർ അടിപൊളിയാക്കുക, ഫ്യൂച്ചർ സെറ്റ് ആക്കുക വിത്ത് എജുബോർഡ്.